നിയമസഭയിൽ സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ചതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സ്പീക്കർ എൻ ഷംസീർ. പ്രതിപക്ഷ MLA-മാരായ സനീഷ് കുമാർ, M വിൻസെന്റ്, റോജി M ജോൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിയമസഭ ആരംഭിച്ചത് മുതൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ചിട്ടായിരുന്നു ബഹളം. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ LDF രാസവിദ്യ എന്നെഴുതിയ ബാനറുകളും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. സ്പീക്കറുടെ ഡയസിലേക്ക് കടക്കാൻ ശ്രമിച്ച MLA-മാരും പ്രതിരോധിച്ച വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടാവുകയായിരുന്നു. സംഘർഷത്തിൽ വാച്ച് ആൻഡ് വാർഡിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പിന്നാലെ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചാണ് വീണ്ടും ആരംഭിച്ചത്. തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും സഭ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി വിവാദത്തിന്റെ ചർച്ചയിൽ നിന്നും ഒളിച്ചോടുകയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം. നോട്ടീസ് നൽകുകയാണെങ്കിൽ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ട് പ്രതിപക്ഷത്തിന് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സഭാ നടപടികൾ തുടങ്ങിയ ഉടൻ തന്നെ ബഹളം വെച്ച് മുഖമറ സൃഷ്ടിക്കാൻ തന്നെയായിരുന്നു എപ്പോഴും UDF-ന്റെ ശ്രമം. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തതിന്റെ റെക്കോർഡ് ഈ നിയമസഭയ്ക്കാണ് ഉള്ളത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ തന്നെ 4 തവണ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 17 അടിയന്തര പ്രമേയങ്ങൾ ഈ നിയമസഭയുടെ കാലയളവിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നു. വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയങ്ങൾക്ക് അവതരണ അനുമതി ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ കൊണ്ടുവന്ന പ്രമേയങ്ങളെല്ലാം പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് കേരളം മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. വലതു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രചാര വേലകളെ തെളിവ് സഹിതം തുറന്നു കാട്ടാനുള്ള അവസരമായി തന്നെയാണ് ചർച്ചകളെ ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തിയത്. തുടർച്ചയായ തിരിച്ചടികളുടെ ക്ഷീണം കൊണ്ട് ഇത്തവണ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ പിൻവലിയാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനവും. മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന ബാനറുകൾ കൊണ്ട് സ്പീക്കറുടെ ഡയസ് മറയ്ക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപൂർവമായ തരത്തിൽ ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അനാദരവാണ് എന്ന് സ്പീക്കർ എൻ ഷംസീർ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും പ്രതിപക്ഷം ബഹളം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. സർക്കാർ ചർച്ചയ്ക്കെടുത്താൽ ചെമ്പ് വെളിച്ചത്താകുമെന്ന് പേടിച്ചിട്ടാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകാതിരുന്നത് എന്ന് മന്ത്രി MB രാജേഷും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു.